ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അതെൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുവാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. സാധാരണ ഞാൻ ചെയ്യണ പോലത്തെ വെയർ ഹൗസോ NHS അതുപോലത്തെ ഒരു വീഡിയോ അല്ല. പക്ഷേ ഞാൻ ഉറപ്പ് പറയണു, ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെവിടെ ജീവിച്ചാലും നിങ്ങളെ ഗുണം ചെയ്യും. വേറെ ഒന്നുമല്ല, ചുരുക്കത്തിൽ ഞാൻ പറയാം. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരു വെയർ ഹൗസിൻ്റെ ഇൻ്റർവ്യൂവിനും കാര്യത്തിനും പോയി. അപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫ് കൗൺസിലിൽ ഒരു കാര്യത്തിന് പോയേക്കുമായിരുന്നു. അവൻ്റെ വൈഫ് ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയതാണോ എന്താണോ, അല്ലെങ്കിൽ ആ പേപ്പർ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണോ, എന്തു തന്നെ ആവട്ടെ, ഇങ്ങനെ വിളിച്ചു. ചേട്ടൻ എവിടെയാണ്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോവാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം അവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒത്തിരി ലൈനിൽ ക്യൂ നിന്ന്, അതായത് 2 മണിക്ക് അവിടെ ഗേറ്റ് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് കം ഫസ്റ്റ് സർവാണ്. അതായത് ജസ്റ്റ് നമ്മളവിടെ CV കളക്ട് ചെയ്താൽ മതി. അപ്പം അന്നേരം തന്നെ ഒരു വലിയ ക്യൂ ആണ് അവിടെ. ഓക്കെ, നമ്മുടെ GXO എന്ന് പറയുന്ന വെയർ ഹൗസാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതറിയാം. ഞങ്ങളിങ്ങനെ നിന്നു, ഞങ്ങളൊരു 4-5 പേരുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ കാറിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാനൊരു വീഡിയോക്കുള്ളൊരു കണ്ടൻറ് ഉണ്ടല്ലോ, ഒരു വെയർ ഹൗസ് എന്നുള്ള രീതിയിലൊരു കണ്ടൻറ് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ പോയത്. എപ്പോഴാണെന്ന് ചേട്ടാ ഞാനും വരാൻ കാറിലെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പം പുള്ളി എടുക്കാൻ പറഞ്ഞ പേപ്പറാണ് പുള്ളിയുടെ വൈഫ് എടുക്കാതിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൈസായി. ലാസ്റ്റ് ഇച്ചിരി സീനായി അവിടെ. ലാസ്റ്റ് പുള്ളി എത്തിക്കഴിഞ്ഞപ്പം അങ്ങനെ സംസാരമായി. അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഒരു ടാക്സി വിളിച്ച് വീട്ടിലോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള രീതി സംസാരമായി. ഞാനിതിൽ ആരെയും ന്യായീകരിക്കണില്ല കേട്ടോ. ഞാൻ ഹസ്ബൻഡിനെ ന്യായീകരിക്കണില്ല, വൈഫിനെ ന്യായീകരിക്കണില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഞാനിവിടെ വന്നതിന് മുമ്പ് എൻ്റെ 24-ാം വയസ്സിൽ ഞാൻ കുവൈറ്റിൽ പോയതാണ്. ഞാൻ 6 വർഷം ഗൾഫിലായിരുന്നു. എനിക്കും നല്ല ഉത്തരവാദിത്വ കുറവുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് പോയി. എന്താ പറയണ, അഹമ്മദി എന്നൊക്കെ പറഞ്ഞ ഒരു ഡെസേർട്ട് പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ പോയി. അന്ന് ഞാൻ ഇതുപോലെ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. കെയർലെസ് ആണല്ലോ അന്ന്. 24 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു ക്രോസ് ബാഗിൽ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതാണ്. ഈ കയ്യിൽ ഫയൽ പിടിച്ചുകൊണ്ട് പോകുന്നതും അതൊന്നും നമുക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഞാൻ അങ്ങനെ പോയി. അതുപോലെ അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഞാനൊരു സംഭവം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവരൊക്കെ എത്രത്തോളം തിരക്കിൽ നിന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അതായത് എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് പോയത്. നീ എന്നപ്പോൾ അപ്പം ഞാൻ ഗൾഫിൽ വന്നിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും എനിക്ക് ജോലി ആയിട്ടില്ല, എന്തെങ്കിലും കാശൊന്നുമില്ല. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. അപ്പം ഞാൻ വന്നു, ഞാനൊരു പേപ്പർ എടുക്കാൻ മറന്നു പോയതാന്ന് ഭയങ്കര കൂളായിട്ട് പറഞ്ഞു. അപ്പം ഈ കുവൈറ്റ് എന്നൊക്കെ പറയണത് നമ്മുടെ UKയുടെ അത്രയും ഇപ്പോൾ ഡെവലപ്ഡ് ആയിരിക്കും. അന്നേരം എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നല്ല ഡെവലപ്ഡ് ആണെങ്കിലും എല്ലാ സ്ഥലവും ഇങ്ങനെ വിജിലംബിച്ച് കിടക്കുവാണ്. ഇപ്പം ഞങ്ങൾ പോയത് ആ ഒരു ലൈസൻസ് റിലേറ്റഡ് ആയിട്ടാണ്. അവിടെ പിന്നെ വേറെ കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഞാനൊരു പേപ്പർ എടുക്കാൻ മറന്നതാന്ന് കൂളായിട്ട് പറഞ്ഞപ്പോൾ പുള്ളി ആ ഓടിക്കൊണ്ടിരുന്ന വണ്ടി കയ്യൊന്ന് സൈഡാക്കിയിട്ട് ആ ഡോറ് തുറന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിയിട്ട് അനിയന് ഇനി എന്താണെന്ന് വെച്ചാൽ സ്വന്തം അങ്ങ് ചെയ്തോ, ഈ ഹെൽപ്പ് ചെയ്യാൻ ആളുള്ളപ്പോഴാണ് ഉത്തരവാദിത്തങ്ങൾ കുറയണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്. പുള്ളിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പുള്ളി അങ്ങ് പോയി. എന്തെങ്കിലും കാശുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല. പക്ഷെ അന്ന് എനിക്കൊരു സങ്കടം വന്നെങ്കിലും ഇന്ന് എനിക്കറിയാം, നമ്മളൊരു പോകുമ്പോൾ ഈവൻ നമ്മുടെ അടുത്ത് 5 പേപ്പർ മതി എന്ന് പറയുമ്പോൾ ഞാൻ 6 ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. ഒരു തിരിച്ചു വരൽ പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടേക്കും ഈ ഒരു സംഭവം കാര്യം പറഞ്ഞാൽ ഒരു 3-4 മാസം മുമ്പ് ഞാനും വൈഫായിട്ടും ഇതേ സെയിം പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങൾ എവിടെ പോയപ്പം ഇതുപോലെ പേപ്പർ എടുക്കാൻ മറന്നുപോയി. ഞാനന്ന് ഭയങ്കരമായിട്ട് എനിക്കൊന്നും കൊച്ചിൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യമോ എന്തോ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരു അബദ്ധം ഒരു തവണ ഒരാളൊരു പാടാണ്. അന്ന് എനിക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ജ്യേഷ്ഠൻ എത്ര പാടുപെട്ടിട്ടാണ് എന്നെ രാവിലെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് എന്നിട്ട് പുള്ളിയുടെ ഡ്യൂട്ടിയിൽ നിന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഈവൻ നമ്മളൊന്ന് അപ്പോളജൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒരാൾ വരുവാണ്, എനിക്ക് അബദ്ധം പറ്റി, സോറി, ഞാൻ ഇങ്ങനെ അങ്ങനെ അതുപോലും പറയാതെ നമ്മൾ സിമ്പിളാക്കുമ്പോൾ
അതായത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിന് നമ്മൾ വില കൊടുക്കണില്ല എന്നാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് അന്ന് ഞാൻ ഒരു സോറി പറഞ്ഞ് അതിങ്ങനെ മറന്നുപോയി, ഞാൻ അവിടെ എടുത്തു വെച്ചതായിരുന്നു, എന്തോ ഒരു ചാൻസും ഞാൻ മിസ്സായി അങ്ങനെ പറഞ്ഞാൽ മതി. അതേസമയം ഞാൻ കാറിൽ സീറ്റ് ബെൽറ്റ് എടുത്ത് ഫോണും ഞോണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അത് ഞാൻ അങ്ങ് എടുക്കാൻ മറന്നതാകുമ്പോൾ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ടൈമിന് അത്രയും വിലയാണ്. ഇന്നലെ സംഭവിച്ച സംഭവം ഇതാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഭാഗത്ത് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല. നമ്മൾ ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഒരു സോറി പറഞ്ഞു ഒരു മയത്തിൽ പോയാൽ എല്ലാവരും ഓക്കെയാണ്. നമ്മൾ ചില സമയത്ത് ഈവൻ നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിലും എന്തുണ്ടെങ്കിലും എല്ലായിടത്തും ഒരു സോഫ്റ്റ് കോർണറിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. വൈഫ് ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ഞാനും ചൂടായി. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് നന്നായി. അപ്പോൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നിൻ്റെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എന്നെ വിളിക്കരുത്, നീയായിട്ട് പോവുക, നീയായിട്ട് നടത്തി വരിക. ഞാൻ പല പരിപാടിയിൽ നിന്നായിരിക്കും ഈ ചാടി പിടിച്ച് ഇറങ്ങി വന്നത്. അത്രയാണ് പറയാനുള്ളൂ. നമ്മളാരെങ്കിലും ഒരാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അതൊരു ചെറിയൊരു ഹെൽപ്പാണെങ്കിൽ പോലും നമ്മൾ നമുക്ക് വേണ്ടി, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ പോലും അവിടെ നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് ഒരു ഇതുമില്ല. ഇതിപ്പോൾ ഒരു രീതിയിൽ ഒരു അഡ്വൈസ് എന്നുള്ള വീഡിയോ ആയി പോയെന്ന് എനിക്കറിയാം. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നമ്മൾ എവിടെ പോയാലും എല്ലാം പേപ്പർ എടുക്കുക. പിന്നെ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുവാണെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടവും, പിന്നെ ആരെങ്കിലും നമ്മളോട് ഒരു കാര്യത്തിന് വേണ്ടി. അപ്പം അന്ന് എൻ്റെ 24-ാം വയസ്സിൽ എൻ്റെ ജ്യേഷ്ഠൻ വഴക്ക് പറഞ്ഞത് എനിക്ക് ദേഷ്യവും ഭയങ്കര ദേഷ്യമായിരുന്നു. ഞങ്ങൾ ഒരാഴ്ചയോളം മിണ്ടാതിരുന്നു. എന്നും എൻ്റെ മനസ്സിലത് കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ കിടന്നുകൊണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു 7 വർഷം കഴിയുമ്പം എനിക്ക് മനസ്സിലായി അന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് ആ ഒരു മരുഭൂമിയിൽ ഇറക്കി ഒരു 20 മിനിറ്റ് ആ മരുഭൂമിയിൽ വെയിലും കൊണ്ട് നടന്നുകൊണ്ട് എൻ്റെ തലയിൽ ഒരു ആൾ താമസം ഉണ്ടായി, 2 ആൾ താമസം ഉണ്ടായി. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ എന്ത് പരിപാടിക്ക് പോയാലും അവർ 5 ഡോക്യുമെൻ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിലും നമ്മുടെ ബാഗിൽ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഈവൻ അവർ ചോദിക്കാത്തതാണെങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിൽ അത് ഇരുന്നോട്ടേന്നും പറഞ്ഞ് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിലും ചില സ്ഥലത്ത് അവരത് വേണ്ടാന്ന് പറയും. ചിലപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ അവരത് തന്നെ ചോദിക്കും. ഇത്രയാണ് അന്നത്തെ ആ വെയിലിൽ ഞാൻ നന്നായി. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയണമെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള എന്താ പറയണ, നിങ്ങൾ നന്നായി കാണണമെന്നും പറഞ്ഞിട്ട് വഴക്ക് പറയണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെൻ്റെ ലൈൻ ഓഫ് വീഡിയോ അല്ല. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും എനിക്ക് മനസ്സിലാവും. ഓക്കെ, പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.